ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണിക്കുന്നത് അമ്പലനടയിൽ നിൽക്കുന്ന അർജുനെയും ശാലിനിയുമാണ്. ശാലിനി പറയുകയാണ്, നടന്നത് വലിയൊരു ദുരന്തമായി പോയല്ലോ അർജുനേട്ടാ. പ്രീതി എന്നല്ല വേറെ ഏതൊരു പെണ്ണാലും ഇതറിഞ്ഞാൽ ഷോക്കായി പോകും എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല, ഇതിപ്പോ അർജുനേട്ടന്റെ വിവാഹാലോചന നേരിട്ട് സത്യഭാമ കാണുകയും ചെയ്തു. പെണ്ണിന്റെ അച്ഛനമ്മമാരും അർജുനേട്ടനുമൊക്കെ അപ്പോഴവിടെ ഉണ്ടായിരുന്നതുമാണ്. നമ്മൾ ഇനി എന്ത് ന്യായം പറഞ്ഞാലും നിങ്ങൾ ഒരുമിക്കാതിരിക്കാൻ അതായിരിക്കും സത്യഭാമയുടെ ഒടുവിലത്തെ ആയുധം. അർജുൻ പറയുകയാണ്, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇതൊക്കെ ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്തായപ്പോഴാണ് ഞാൻ നിന്നെ കാണാനായിട്ട് വന്നത്. നീയും കൂടി ഓരോന്നിങ്ങനെ പറഞ്ഞ് എന്നെ ഡെസ്പാക്കാതെ എന്താ ഒരു പരിഹാരമെന്ന് പറയും. പരിഹാരം അതൊന്നേയുള്ളൂ. അർജുനേട്ടൻ ഇപ്പോൾ തന്നെ പ്രീതിയെ ഒന്ന് വിളിക്ക്. വൈകിപ്പിക്കേണ്ട, ദാ എന്റെ ഫോൺ എന്ന് പറഞ്ഞ് തന്റെ ഫോൺ കൊടുക്കുകയാണ് ശാലിനി. പ്രീതിയുടെ ഫോൺ അടിക്കുമ്പോൾ അത് ആരാണെന്ന് നോക്കുകയാണ് വിഷ്ണു. ഫോൺ എടുത്തിട്ട് പ്രീതിയോട് വിഷ്ണു ചോദിക്കുകയാണ്, എടി ആരായി മുന്താസ്? അത് ശാലിനിയ എന്ന് പറയുകയാണ് പ്രീതി. ശാലിനിയോ എന്ന് ചോദിക്കുകയാണ് വിക്കിക്കൊണ്ട് വിഷ്ണു. അവളുടെ നമ്പറോ എന്ന് പതുക്കെ പറഞ്ഞുകൊണ്ട് ആ നമ്പർ കാണാതെ പഠിക്കുകയാണ് വിഷ്ണു. ആ സംസാരിക്കെന്നും പറഞ്ഞ് വിഷ്ണു ഫോൺ പ്രീതിക്ക് കൊടുക്കുകയാണ്. ഫോൺ എടുത്ത് പ്രീതി ശാലിനി എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ്, ശാലിനിയല്ല, ഞാൻ അർജുനാണ്. അന്നേരം ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് പ്രീതി. അർജുൻ ശാലിനിയോട് പറയുകയാണ്, അവൾ കട്ട് ചെയ്ത് കളഞ്ഞു. ശാലിനി അർജുനെ ആശ്വസിപ്പിക്കുകയാണ്, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലായിരിക്കും, ഒന്നുകൂടി വിളിക്ക്, അവൾ എടുക്കും. വീണ്ടും അർജുൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയാണ് പ്രീതി. അർജുൻ പറയുകയാണ്, പ്രീതി മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. ഞാൻ എന്റെ അറിവോടെ അല്ല അവിടെ ഓരോന്നും നടന്നത്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. പ്രീതി, നീ കേൾക്കുന്നുണ്ടോ അതോ ഞാൻ എന്നൊക്കെ അർജുൻ പറയുമ്പോൾ പെട്ടെന്ന് ഫോൺ പിടിച്ചു വാങ്ങുകയാണ് ശാലിനി. ഹലോ പ്രീതി, ഞാൻ ശാലിനിയാണ്. പ്രീതിയോട് സംസാരിക്കാനല്ലേ അർജുനേട്ടൻ വിളിക്കുന്നത്? ആദ്യം അർജുനേട്ടന് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേൾക്ക്. എന്നിട്ട് വേണമെങ്കിൽ കരയുകയോ പിണങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോൺ ഞാൻ അർജുനേട്ടന് കൊടുക്കുകയാണ്. ദാ സംസാരിക്കെന്നും പറഞ്ഞ് ഫോൺ വീണ്ടും അർജുന് കൊടുക്കുകയാണ് ശാലിനി. പ്രീതി, എനിക്ക് വീട്ടിൽ വെച്ച് വിവാഹാലോചന നടന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു. അത് നിന്റെ അമ്മ ഏത് രീതിയിൽ നിന്റെ മുൻപിൽ പ്രസന്റ് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ നടന്ന കാര്യം എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം. കുറച്ചാൾക്കാർ വീട്ടിലേക്ക് വന്നപ്പോൾ അത് ചിത്രയുടെ വിവാഹാലോചനയ്ക്കാണെന്നാണ് ഞാൻ കരുതിയത്. ഒരച്ഛനും അമ്മയും മകനും ഒരമ്മാവനും. ചിത്രയുടെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുകയും ചെയ്തു. അവരോട് ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. പിന്നീടാണ് ആ സംസാരം പെട്ടെന്ന് വഴിതിരിഞ്ഞത്. അപ്പോഴാണ് ഞാൻ അതൊരു മാറ്റ കല്യാണമാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ. മാറ്റ കല്യാണമോ എന്ന് പ്രീതി ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, അതെ, ചിത്രയെ ആ പയ്യൻ വിവാഹം കഴിക്കുമ്പോൾ പയ്യന്റെ ചേച്ചിയെ ഞാൻ വിവാഹം കഴിക്കണം. അതായിരുന്നു കണ്ടീഷൻ. ഞാൻ അറിയാതെ എന്റെ അമ്മ ചെയ്തു വെച്ച ഒരു കുരുക്ക്. അപ്പോഴേക്കും നിന്റെ അമ്മ അവിടെ കയറി വന്നിരുന്നു. നമ്മുടെ അമ്മമാരുടെ സ്വഭാവം അറിയാമല്ലോ, പരസ്പരം ശത്രുത കൊണ്ട് അവര് നമ്മളെ പിരിക്കാനേ ശ്രമിക്കൂ. എന്റെ സമ്മതത്തോടു കൂടിയാണ് ഈ വിവാഹാലോചന നടന്നതെന്നാണ് എന്റെ അമ്മ നിന്റെ അമ്മയോട് പറഞ്ഞത്. അതോടെയെല്ലാം കലങ്ങി മറിയുകയായിരുന്നു. പ്രീതി, ഇതാണ് നടന്ന സത്യം. ഇനിയെങ്കിലും നീ ഒന്ന് വിശ്വസിക്കണം പ്ലീസ്. കരഞ്ഞുകൊണ്ട് പ്രീതി പറയുകയാണ്, ശരി, ഞാൻ വിശ്വസിക്കാം. അർജുനേട്ടൻ ഇപ്പോൾ ഫോൺ വെച്ചോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി, താങ്ക് യു വെരി മച്ച് മോളെ, നീ സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് വേണ്ടി പിറന്ന നീയും നിനക്ക് വേണ്ടി പിറന്നത് ഞാനും ആണ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്കിനിയും ഒന്നിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് പ്രീതി. എന്നാൽ ഞാൻ വെച്ചോട്ടെ, പിന്നീട് ശാലിനിയെ കൊണ്ട് വിളിപ്പിക്കാം. ശരിയെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് രണ്ടുപേരും. ഇതൊക്കെ ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് വിഷ്ണുവും അവിടെ ശാലിനിയും. പ്രീതിയുടെ സന്തോഷം കണ്ട് വിഷ്ണു ചോദിക്കുകയാണ്, എന്ത് നടന്നടി? അത് അർജുനേട്ടന്റെ അമ്മയുടെ ഒരു ട്രാപ്പ്. അതൊരു മാറ്റ കല്യാണത്തിന്റെ കുരുക്കായിരുന്നു. ഏട്ടൻ അറിയാതെ ഏട്ടന് വേണ്ടി നടത്തിയ ആലോചന. മനസ്സിലായി, ഇനിയും ഇതുപോലത്തെ കുരുക്ക് വരുമെന്ന് ഉറപ്പാണ്. ഏതായാലും രണ്ടമ്മമാരുടെയും അനുവാദത്തോടുകൂടി നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള പ്രതീക്ഷ വേണ്ട. ഇന്നത്തെ സംഭവത്തോടുകൂടി രണ്ടുപേരുടെയും വൈരാഗ്യം ഇരട്ടിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഈ കാര്യത്തിൽ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം. ജീവിക്കാനാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ദൂരെ എവിടേക്കെങ്കിലും പോകാൻ നോക്ക്. രണ്ടുപേരുടെയും അമ്മമാർ കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്തേക്ക്. എതിർപ്പുകൾ അവഗണിച്ച് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എന്നറിയുമ്പോൾ വാശിയും വൈരാഗ്യവും ഒക്കെ പതിയെ കെട്ടടങ്ങിക്കോളും. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് എന്നെങ്കിലും അവരായിട്ട് തന്നെ അറിയും. ആറും കോളും ഒക്കെ കെട്ടടങ്ങി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടേക്ക് മടങ്ങി വരാമല്ലോ. നിങ്ങളെ അവര് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യും. അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഒളിച്ചോട്ടം. അർജുനുമായിട്ടൊന്ന് ആലോചിക്ക്. മരിക്കാനല്ല, സമാധാനമായിട്ടൊന്ന് ജീവിക്കാനാണ്.
മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. എന്ത് സഹായത്തിനും ഈ ഏട്ടനുണ്ടാകും, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിലെ അടുക്കളയിൽ നിന്ന് ആലോചിക്കുന്ന ശാരദാമ്മയാണ്. ശാരദാമ്മ ആലോചിക്കുന്നത് ബാലചന്ദ്രൻ വന്ന് സ്ഥലം അളന്ന കാര്യങ്ങളൊക്കെയാണ്. നേരം അടുക്കളയിലേക്ക് വന്ന ശാരിക പറയുകയാണ്, അമ്മേ ദേ അരി ദേ തിളച്ചു തൂകുന്നു. അയ്യോ ഞാൻ കണ്ടില്ല മോളെ എന്നും പറഞ്ഞ് അത് പെട്ടെന്ന് ഇളക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മയുടെ ആകെ കൂടിയുള്ള വെപ്രാളമൊക്കെ കണ്ട് ശാരിക പറയുകയാണ്, എന്തായി മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കല്യാണക്കാര്യം ആണെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. ആ സാറ് വന്ന് എന്തോ പൊട്ടത്തരം പറഞ്ഞു എന്ന് കരുതി നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകുന്നത്? കല്യാണം അതിന് വിധിയുണ്ടെങ്കിൽ അതിന് സമയത്ത് നടന്നോളും, അത്രയുള്ളൂ. ഏയ് അതൊന്നും അല്ല മോളെ. ബാലചന്ദ്രൻ വന്ന് പാപ്പച്ചായന്റെ സ്ഥലം അളന്നതാണ് എന്റെ മനസ്സിൽ. നേരം വാതിൽക്കലേക്ക് വന്ന ശാലിനി അത് ശ്രദ്ധിക്കുകയാണ്. ശാരദാമ്മ പറയുകയാണ്, എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല. ശാരിക ചോദിക്കുകയാണ്, അമ്മേ ഈ പാപ്പച്ചായൻ വലിയ ബസ് മുതലാളിയല്ലേ? അങ്ങേരിങ്ങനെ സ്ഥലമൊക്കെ വിൽക്കാൻ നിൽക്കുമോ? അത് പറയാൻ പറ്റില്ല. പാപ്പച്ചായൻ ഇപ്പോൾ കിടപ്പിലാണ്. ആരും നോക്കാനും അന്വേഷിക്കാനും ഇല്ലാതെ ഇതുപോലെ വേറെയും സ്ഥലങ്ങളുണ്ട്. അയാളുടെ മകൻ കോശിയാണ് ഇപ്പോഴെല്ലാം നോക്കി നടത്തുന്നത്. അയാളാണെങ്കിൽ ഫുൾ ടൈം കുടിയനാണ്. അതാണ് എനിക്കൊരു ആശങ്ക. കോശി ആ ഭൂമി വിൽക്കാൻ പോകുന്നു എന്നാണോ അമ്മ പറയുന്നത്? വിൽക്കാനോ പണയം വെക്കാനോ അല്ലാതെ പിന്നെന്തിനാണ് അവർ ഭൂമി അളക്കുന്നത്? ഇതിപ്പോ ഇനി ആ ഭൂമി വാങ്ങുന്നത് ബാലചന്ദ്രനാണെങ്കിലോ? ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാജേശ്വരി ചേച്ചി പറയുന്നതാണ് അവൻ അക്ഷരം പ്രതി ചെയ്യുന്നത്. സ്ഥലം സ്വന്തമായാൽ അവർക്കവിടെ എന്ത് തോന്നിയാസവും കാണിക്കാം. അല്ലാതെ തന്നെ അവനെ കൊണ്ട് സ്വൈര്യം കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതും കൂടിയായാൽ വെട്ടിക്കൊന്ന് ജയിലിൽ പോയാലേ എല്ലാം അവസാനിക്കൂ. ശാരദാമ്മയുടെ സങ്കടമൊക്കെ കണ്ട് ശാരിക പറയുകയാണ്, വേണ്ടമ്മേ, അമ്മ ആലോചിച്ചു കൂട്ടുന്നതൊക്കെ സത്യമാകണമെന്നില്ലല്ലോ. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോഴമ്മ സമാധാനമായിട്ട് അരി വാർക്കാൻ നോക്ക്. ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ശാരിക. അന്നേരം ശാരിക വാതിൽക്കൽ നിൽക്കുന്ന ശാലിനിയെ കാണുകയാണ്. ശാരിക വിളിക്കുകയാണ്, ചേച്ചി എന്തായിരുന്നു അവിടെ? എന്താ നിങ്ങൾ അവിടെ സംസാരിച്ചത് എന്ന് ശാരിക പറയുമ്പോൾ ശാലിനി പറയുകയാണ്, പറഞ്ഞു ചേച്ചി, ഇനി കൂടുതലൊന്നും ഒളിക്കാൻ നോക്കണ്ട. പകുതി മുക്കാലും ഞാൻ കേട്ട് കഴിഞ്ഞതാണ്. നമ്മുടെ കുടുംബശ്രീക്ക് മുൻപിൽ പാപ്പച്ചായന്റെ കുറച്ച് സ്ഥലം കിടക്കുന്നില്ലേ, അത് വിൽക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതിന് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, വാങ്ങുന്നത് ബാലചന്ദ്രൻ ആണോ എന്ന് അമ്മയ്ക്കൊരു സംശയം. അങ്ങനെയാണെങ്കിൽ ആ രാജേശ്വരി നാളെ അവിടെ ഒരു വീട് കെട്ടി അച്ഛനുമായിട്ട് താമസിക്കും, നമ്മളെ ദ്രോഹിക്കാൻ. നിനക്കിനി വഴക്ക് കൂടാനും വെട്ടാനും കുത്താനും ദൂരേക്ക് പോകണ്ടെന്ന് സാരം. പിന്നീട് കാണിക്കുന്നത് തിരികെ വീട്ടിലേക്ക് എത്തുന്ന അർജുനെയാണ്. തന്നെ ഗവനിക്കാതെ അകത്തേക്ക് കയറി പോകുന്ന അർജുനോട് വസുമതി പറയുകയാണ്, എവിടെയായിരുന്നോ എന്തോ. അർജുൻ തിരിഞ്ഞു നിന്നപ്പോൾ വീണ്ടും വസുമതി പറയുകയാണ്, ഓ, വിരഹദുഃഖത്തിൽ നിന്ന ഭാര്യയെ സമാധാനിപ്പിക്കാൻ പോയതായിരിക്കും. അമ്മായിയമ്മ വീട്ടിൽ വന്ന് ഭീഷണി മുഴക്കി പോയതല്ലേ. വീട്ടിലിരുന്നാൽ ഇരിക്കപ്പുറതി ഉണ്ടാകില്ല. നേരം ചിത്രയും അവിടേക്ക് വരികയാണ്. അർജുൻ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് മതിയായില്ലേ ഇനിയും ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത കളി കളിക്കാൻ? നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? എന്നെ രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ? വസുമതി ചോദിക്കുകയാണ്, ശിക്ഷിക്കാനോ? അത് മനസ്സിലായില്ല. എന്റെ അമ്മേ, ബാർ കൗൺസിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ഈ ഞാൻ. ഇവിടത്തെ നിയമ സംവിധാനങ്ങളിൽ ഒതുങ്ങി ജീവിക്കേണ്ട ഒരാൾ. ഡിവോഴ്സ് ചെയ്യാതെ വേറൊരു വിവാഹം കഴിച്ചാൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ അറസ്റ്റിലാവും ഞാൻ. പിന്നെ ഡീബാർ ചെയ്യും, നിയമം തെറ്റിച്ച് ക്രൈം ചെയ്താൽ. അതിന് ഡിവോഴ്സ് ചെയ്യണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? എത്ര നാളായി ഞാനത് നിർബന്ധിക്കുന്നതാണ്. നിങ്ങൾ നിർബന്ധിക്കും, പക്ഷേ അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്നത് ഒരു ഹൃദയമാണ്, വെറും കരിങ്കല്ലല്ല. ഇത് കണ്ട് പുച്ഛിച്ചുകൊണ്ട് ചിത്ര പറയുകയാണ്, ഓ ഹൃദയം, മണ്ണാങ്കട്ട. ഏട്ടന്റെ അനിയത്തിയുടെ കാര്യത്തിൽ മാത്രമെന്താ ആ പരിഗണന ഇല്ലാത്തത്? ഹൃദയം പോലും വക്കീലല്ലേ, ഡയലോഗിന് ഒരു പഞ്ഞവും ഇല്ലല്ലോ. എന്റെ അനിയത്തിക്ക് ഒരു കുറവുമില്ല. നിന്നെ ഞാൻ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ നീ പറ, ഇവിടെ നിനക്ക് എന്താണ് ഒരു കുറവുള്ളതെന്ന്? അത് കേട്ട് വസുമതി പറയുകയാണ്, അവളെ നീ നന്നായിട്ട് നോക്കിയാൽ പോരാ. കെട്ടുപ്രായമെത്തിയ പെണ്ണിനെ നോക്കേണ്ടത് അവളുടെ ഭർത്താവാണ്. അത് നീ മറക്കുന്നു. ഒരു മറവിയും ഇല്ലമ്മേ. അവൾക്ക് കല്യാണം ആലോചിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നല്ലത് നോക്കി ഉറപ്പിക്കണം. ചോദിക്കുന്ന പൊന്നും പണവും കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ചിത്ര പറയുകയാണ്, ഓ, ഇപ്പോൾ ആലോചിച്ചതിന്റെ വിശേഷം കണ്ടല്ലോ. പൊന്നും പണവും കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാരും തിരിഞ്ഞു നോക്കില്ല, അത്രയുള്ളൂ. അതിന് നിങ്ങളോടാരാ മാറ്റ കല്യാണം ആലോചിക്കാൻ പറഞ്ഞത്? എന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇനി ചിത്രയ്ക്ക് മാത്രമാണ് വിവാഹം ആലോചിക്കേണ്ടത്, എനിക്കല്ല. അന്നേരം വസുമതി പറയുകയാണ്, എടാ, ബാധ കൂടിയാൽ നമുക്കതിനെ ഒഴിപ്പിച്ചേ പറ്റൂ. വേറൊരു മുറിയിലേക്ക് മാറ്റിയിരുത്താം എന്നൊന്നും വിചാരിച്ചാൽ പറ്റില്ല, മനസ്സിലായോ?
ഇപ്പോൾ തന്നെ സത്യഭാമയ്ക്ക് ഇവിടെ വന്ന് കയറാനുള്ള അവകാശം എന്തായിരുന്നു? നീ കെട്ടിയെടുത്ത ആ പെണ്ണ്, അവളെ അങ്ങ് ഉപേക്ഷിച്ചാൽ പിന്നെ അവരുടെ നാവടങ്ങിക്കോളും. ആ ബന്ധം ഒഴിഞ്ഞിട്ടും അവരീ മുറ്റത്ത് കയറിയാൽ ചൂലെടുത്ത് അടിക്കും ഞാനവളെ. സോറി അമ്മേ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഈഗോയാണ്. അത് നിങ്ങൾ തന്നെ പരസ്പരം അങ്ങ് പങ്കിട്ടെടുത്താൽ മതി. അതിന്റെ പേരിൽ മാത്രം പ്രീതിയെ ഞാൻ കൈവിടില്ല. മരണം വരെ എന്ന് പറയുമ്പോൾ വസുമതി പറയുകയാണ്, മരണം വരെയല്ലേ? ശരി, ഇപ്പോൾ നീ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോഴേ ഡിവോഴ്സിന്റെ ആവശ്യമുള്ളൂ. അവള് മരിച്ചു പോവുകയാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അമ്മയെന്ന് വിളിക്കുകയാണ് അർജുൻ. അതേടാ, നിന്റെ അമ്മ തന്നെ. ഏതായാലും ഞാൻ അവളെ കൊല്ലാനൊന്നും പോകുന്നില്ല. പക്ഷെ നീ ഈ ചെയ്യുന്ന പണിക്ക് ശത്രുക്കൾ ഒരുപാട് കൂടുതലാണ്. അവരിൽ ആരെങ്കിലും നിന്റെ കുടുംബത്തിൽ കയറി കൈവച്ചാൽ നഷ്ടം നിനക്കാണെന്നേ പറഞ്ഞുള്ളൂ. നീ വാടിയെന്നും പറഞ്ഞ് ചിത്രയും വിളിച്ച് അകത്തേക്ക് പോവുകയാണ് വസുമതി. പിന്നീട് കാണിക്കുന്നത് കട്ടിലിരുന്ന് എഴുത്തുകൾ എഴുതുന്ന വിഷ്ണുവിനെയാണ്. എഴുതും ചുറ്റിക്കൂട്ടി താഴേക്കെറിയും. വീണ്ടും വീണ്ടും എഴുതുകയാണ് വിഷ്ണു. വിഷ്ണു എഴുതുകയാണ്, ഒരിക്കൽ ഒരു മഴയുള്ള രാത്രിയിൽ നീ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. അന്ന് നമ്മൾ സംസാരിച്ചത് മഴയെയും മഴവില്ലിനെയും കുറിച്ചായിരുന്നു. അപ്പോഴെനിക്കൊരു പാട്ട് ഓർമ്മ വന്നു. എന്ത് പാട്ടാ പാടുക എന്നാലോചിച്ചിട്ട് ചക്രവർത്തിനി എന്നുള്ള ഗാനം പാടുകയാണ് വിഷ്ണു. പിന്നീട് വിഷ്ണു പറയുകയാണ്, അത് വേണ്ട, ചക്രവർത്തിനിയുടെ പ്രശ്നമാകും. വേറെന്താ ആലോചിച്ചിട്ട് ഹൃദയ സരസിലെ എന്ന് പാടുകയാണ് വിഷ്ണു. അതും വേണ്ട, ഹൃദയത്തിന്റെ പ്രശ്നമാകും. ഈ കുന്തം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് വലിച്ചു കീറി എറിയുകയാണ് വിഷ്ണു. അന്നേരം ആശാനെ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് ദാസൻ. ദാസനെ നോക്കിയിട്ട് വിഷ്ണു പറയുകയാണ്, നീയോ? പോയേ പോയേ. സമാധാനത്തോടുകൂടി പ്രേമലേഖനം എഴുതാനും സമ്മതിക്കില്ല. എന്തോ ആശാനെ എന്നും പറഞ്ഞ് അകത്തേക്ക് ചെല്ലുകയാണ് ദാസൻ. എന്താ ആശാനെ ഒരു മനുഷ്യപ്പറ്റില്ലാതെ? കുറെ ദിവസം കൂടി കാണുകയല്ലേ? അതെ, എത്ര നാളായാലും ഞാനിവിടെ ഒരു അത്യാവശ്യ ജോലിയിലാണ്. പിന്നെ കാണാം, പോയെ പോയെ, ഗുഡ് ബൈ എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം പോകാൻ തുടങ്ങുന്ന ദാസനെ പിന്നിൽ നിന്ന് വിളിക്കുകയാണ് വിഷ്ണു. ഡേയ്, അല്ലെങ്കിൽ വേണ്ട, നീ ഇങ്ങ് വന്നേ, ഇങ്ങ് വാ. നിന്നെ കൊണ്ടൊരു കാര്യമുണ്ടോ എന്ന് നോക്കട്ടെ. അന്നേരം പതുക്കെ പറയുകയാണ് ദാസൻ. കൊല്ലാനാണോ വളർത്താനാണോ ആവോ? എടാ അതെ, നിനക്ക് ഈ ഹൃദയത്തിന്റെ വള്ളി എവിടെയാണെന്ന് അറിയാമോ? ഹൃദയത്തിന്റെ വള്ളിയോ? അതെ, ഈ ഹായോട് ചേർന്നിട്ട് മുകളിലേക്ക് ഇടുന്ന വള്ളി. ദാസൻ പറയുകയാണ്, അത് വല്ല ഡോക്ടർമാരോടും ചോദിക്കാശാനെ. ഡോക്ടർ നിന്റെ പോടാ. എടാ പിന്നെ ഈ ചക്രവർത്തിനിയുടെ എവിടെയാണ്? ചുറ്റുമൊക്കെ നോക്കിയിട്ട് ദാസൻ ചോദിക്കുകയാണ്, ചേടാ, മുറിയടച്ചിരുന്നാലും ആൾക്കാർക്ക് വട്ടാകുമോ? എടാ, വട്ടും പുണ്ണാക്കുമൊന്നും അല്ല. എടാ, ഞാൻ പറഞ്ഞില്ലേ, കുറെ നേരമായി ഞാനൊരു പ്രേമലേഖനം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ അതങ്ങോട്ട് ശരിയായി വരുന്നില്ലടാ. ആഹാ, ഇതാണോ ഇത്ര വലിയ അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അടുത്തേക്ക് കട്ടിലിൽ ഇരിക്കുകയാണ് ദാസൻ. ഈ പ്രേമലേഖനമൊക്കെ ചീള് കേസല്ലേ? അല്ല ആശാനെ, ആർക്കാ പ്രേമലേഖനം? സുസ്മിതയ്ക്കാണോ? അത് കേട്ടൊന്ന് ദേഷ്യപ്പെട്ട് ചിരി വരുത്തിക്കൊണ്ട് വിഷ്ണു പറയുകയാണ്, നീ ഒന്ന് കുനിഞ്ഞ്. ദാ കുനിഞ്ഞു എന്ന് പറഞ്ഞ് ദാസൻ കുനിയുമ്പോൾ ദാസന്റെ മുതുകിനിട്ടിരിക്കുകയാണ് വിഷ്ണു. ഇടിച്ച ശേഷം വിഷ്ണു പറയാണ്, ഇനി നിവർന്നു. പുറം നാലാഞ്ചിറ മൈതാനമായി ആശാനെ. ഇപ്പൊ നിന്റെ സംശയമൊക്കെ മാറിയല്ലോ? മാറി ആശാനെ, മാറി. ലെറ്റർ ശാലിനിയടത്തേക്കാണ്. ആശാന് അക്ഷരം അറിഞ്ഞൂടാത്തോണ്ട് എഴുതാൻ പറ്റുന്നില്ല, അതല്ലേ പ്രശ്നം? അത് കേട്ട വിഷ്ണു ചോദിക്കുകയാണ്, നിനക്കിനിയും കുനിയണോ? വേണ്ട ആശാനെ, മനസ്സിലായി. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഞാൻ? വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയല്ലേ? വൺ വേ ടിക്കറ്റ് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല എന്നുള്ള അവസ്ഥ. അത് കേട്ട് സങ്കടപ്പെട്ട് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ സങ്കടം കണ്ട് ദാസൻ പറയുകയാണ്, വിഷമിക്കേണ്ട ആശാനെ, ഈ ലെറ്റർ നമുക്ക് പൊളിച്ചു കളയാം. അതോടെ വീണോളും ഏട്ടത്തിയമ്മ. വീഴ്ത്തണം, അതിന് നീ വേണം എന്നെ സഹായിക്കാൻ. ഏറ്റാശാനെ, അതല്ലേ എന്റെ ജോലി. എന്നായിരിക്കെ വന്ന് നമുക്ക് എഴുതി തുടങ്ങാം. ആ പേനയെന്നും പറഞ്ഞ് പേനയും പേപ്പറും കൊടുക്കുകയാണ് ദാസന് വിഷ്ണു. ലെറ്റർ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിഷ്ണു. ദാസൻ പറയുകയാണ്, പറഞ്ഞു ആശാനെ, ഞാൻ റെഡിയാണ്. അതെ, നമുക്ക് ഏതെങ്കിലും സിനിമാ പാട്ട് മോഷ്ടിച്ചു തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അതൊക്കെ ആകെ കുഴപ്പമാകും ആശാനെ. സത്യം പറഞ്ഞ ഇപ്പോഴിങ്ങനെ ആരും ലവ് ലെറ്റർ ഒന്നും എഴുതാറില്ല. ന്യൂജൻ കളി മുഴുവൻ സ്മാർട്ട് ഫോൺ വെച്ചല്ലേ, ഒപ്പം സൂപ്പർ ഫാസ്റ്റും. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അതെങ്ങനെയാടാ? ദാസൻ പറയുകയാണ്, എനിക്ക് നിന്നോട് ലവ് ആണ്. നിനക്ക് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. സോർ നോ പറ പെട്ടെന്ന്. അതൊന്നും വേണ്ട. അവൾ നോ എന്ന് സൗകര്യമില്ല എന്നും പറഞ്ഞാലോ? അങ്ങനെയല്ലേ അവൾ? അതുപോലെ നീ പറഞ്ഞതുപോലെ അവളെ വീഴ്ത്തുന്ന എന്തെങ്കിലും സംഗതി ലെറ്ററിലുണ്ടായാലേ പറ്റൂ. പിന്നെ ചീള പൈങ്കിളിയായിട്ട് തോന്നരുത്. അതിനൊറ്റ വഴിയേ ഉള്ളൂ ആശാനെ. ആശാന്റെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാൽ നേരിട്ടങ്ങ് എഴുതി പിടിപ്പിച്ചോ. ഹൃദയവും വള്ളി കെട്ടുമെന്നും നോക്കേ വേണ്ട. പോരട്ടെ മനസ്സിലുള്ളത് ഇങ്ങോട്ട്.
പറഞ്ഞു ആശാനെ ആശാന്റെ പ്രേമം എങ്ങനെയാണെന്ന്. അന്നേരം അവിടേക്ക് വരികയാണ് സത്യഭാമ. സത്യഭാമയെ കണ്ട് അയ്യോ എന്നും പറഞ്ഞ് കട്ടിൽ നിന്നും എഴുന്നേൽക്കുകയാണ് ദാസൻ. വിഷ്ണുവും ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്